പ്രദീപ്കുമാർ ഈ ഇരുതല മുറിച്ചുള്ള കത്തിയായിട്ടാണ് വരുന്നത്. അന്ന് സൈദാലുവിൻ്റെ അടുത്തായിരുന്നു ഇതെന്തിനാണോ കൊണ്ടുവന്നത് ചോദിച്ചു. ബിർള മാനേജ്മെൻറ്റ് മറ്റ് പല സ്ഥലത്തും തൊഴിലാളി നേതാക്കന്മാരെ കൊന്നിരിക്കുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഗോളിയോർ റയൻസിൽ ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒന്നാമത്തേത്, അവിടെ മാനേജ്മെൻറ്റ് ബിർള മാനേജ്മെൻറ്റ് ആണെങ്കിലും വളരെ കർക്കശക്കാരനായിട്ടുള്ള എന്തും അയാളുടേതായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിൻ്റെ സാബു എന്ന് പറഞ്ഞ ഒരു അവിടുത്തെ അതിൻ്റെ ചെയർമാൻ അയാളുടെ വഴിയിൽ വരുന്ന എന്ത് തടസ്സം നീക്കാനും കൊല്ലുന്നതിന് വരെ മടിയില്ലാത്തൊരു മനുഷ്യനാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ തൊഴിലാളി നേതാക്കന്മാർ പ്രത്യേകിച്ചിട്ടും പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്, HMS, അങ്ങനെ എല്ലാ രാഷ്ട്രീയ ലീഗിൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധീകരിക്കുന്നവരാണ്. അതുമാത്രമല്ല, അവരുടേതെല്ലാം തന്നെ വളരെ മേജർ യൂണിയനുകളാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു യൂണിയൻ, ഏറെക്കുറെ 300ഓളം മെമ്പർമാരുള്ള 4000-ലധികം തൊഴിലാളികളുള്ള ഒരു ഫാക്ടറിയിൽ 300ഓളം തൊഴിലാളികൾ സംഘടിച്ച ഒരു യൂണിയനാണ്. ഞാനുണ്ടാക്കിയതുമല്ല, അവരെന്നെ സെക്രട്ടറി ആക്കിയാണ്. അപ്പോൾ അവിടെ അതിസങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത്. മാനേജ്മെൻറ്റും തൊഴിലാളി യൂണിയൻ നേതാക്കന്മാരും ഒരു കെട്ടായി കഴിഞ്ഞാൽ അവിടെ പിന്നെ മറ്റൊരു ചെറിയ യൂണിയൻ പുതുതായിട്ട് വന്നിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എങ്കിലും ഞാൻ പരമാവധി അവർക്കെതിരെ ഉള്ള ഒരു പോരാട്ടം തന്നെയാണ് നടത്തിയത്. അതിൽ അവസാനം അവർ യൂണിയൻ നേതാക്കന്മാരും സാബുവും ചേർന്നിട്ട് തന്നെയാണ് ഇന്നെ കൊല്ലുക മാത്രമേ ഇനി നിവൃത്തിയുള്ളൂ, അതല്ലാത്ത രീതിയിലുള്ളതെല്ലാം തന്നെ അവർ പയറ്റിക്കഴിഞ്ഞു. കാശ് കൊണ്ടായാലും ബുദ്ധി കൊണ്ടായാലും ഈ അവരുടെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ അനുഭവ പരിചയം മുഴുവനെടുത്ത് പ്രയോഗിച്ചിട്ടും അവർക്ക് ഇന്നോ യൂണിയനെയോ ഒരു അടക്കി നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവസാനം അവർക്കുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം അവർ തീരുമാനിച്ച് എന്നെ കൊല്ലാൻ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു തീരുമാനം അതിനെ സംബന്ധിച്ചിട്ട് പിന്നെ ഞാൻ അറിയുന്നില്ലെങ്കിലും കാര്യങ്ങൾ ഒരു പക്ഷേ അങ്ങോട്ടേക്ക് പോയേക്കെന്നുള്ള ഒരു സംശയം എനിക്ക് ആദ്യം മുതലേ ഉണ്ട്. എങ്കിലും അങ്ങനെ വരുന്നെങ്കിൽ വരട്ടെ എന്നൊക്കെ എന്നല്ലാണ്ട് അതിനെ എങ്ങനെ ആണ് അത് സംഭവിക്കുക എന്നുള്ളതോ ഇവരുടെ ഈ ശക്തി, ഈ അതിശക്തിയോട് എങ്ങനെ പിന്നെ പൊരുതി നിൽക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഭാവിയെ സംബന്ധിച്ചിട്ട് ഒരു ശരിയായ ഒരു സങ്കല്പം സ്വീകരിക്കാൻ മറ്റെല്ലാ സ്ഥലത്തും കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ യാദൃച്ഛികമായിട്ടാണ് അത് സംഭവിക്കുന്നത്. ഒരു ദിവസം രാവിലെ അവിടെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. റിസർവ് തൊഴിലാളികളുടെ പ്രശ്നം, അതായത് 600ഓളം തൊഴിലാളികൾക്ക് 12 ദിവസം മാസത്തിൽ ജോലിയുള്ള ഒരു സ്ഥിതി അവിടെ വന്നു.
അതേ സമയത്ത് കോൺട്രാക്റ്റ് വർക്കായിട്ട് അവർ 1000-ലധികം തൊഴിലാളികൾക്ക് അവിടെ ജോലി കൊടുക്കുന്നുമുണ്ട്. അതേ സമയത്ത് പെർമനൻ്റ് ആയിട്ടുള്ള 10-20 കൊല്ലം സർവീസുള്ള ഈ റിസർവ് തൊഴിലാളികൾക്ക് അവർ മാസത്തിൽ 12 ദിവസം ജോലി കൊടുക്കും. അപ്പം അതൊരു അനീതിയാണ്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ മാസം മുഴുവൻ ജോലി കിട്ടണം എന്നുള്ള ഒരു ഡിമാൻഡ് അവരുടെ ഭാഗത്തു നിന്ന് വന്നു. അതിനെ പിന്തുണയ്ക്കാൻ മറ്റ് യൂണിയനുകൾ തയ്യാറായില്ല. കാരണം അവരിൽ പലരും ഈ കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് ലാഭം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് സാബുവിനും ലാഭമാണ്, ഈ തൊഴിലാളി നേതാക്കന്മാർക്കും ലാഭമാണെന്നുള്ളൊരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത് തുടർന്ന് പോകുന്നത്, പിന്നീട് തുടർന്നത്. അപ്പോൾ അതിനെതിരെ അവരുടേതായിട്ടുള്ളൊരു സമരം വന്നു. ഈ സമരത്തിനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ മാത്രമാണ് ഉണ്ടായത്. അത് സമരം ഞങ്ങൾ ഗ്രോ യൂണിയൻ ഉണ്ടാക്കിയതല്ലെങ്കിലും അതിന് ധാർമ്മികമായിട്ടുള്ള ഒരു പിന്തുണ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. അവസാനം അതൊരു സ്ട്രെയിൻ സ്ട്രൈക്കായിട്ട് മാറി. ആ സ്ട്രെയിൻ സ്ട്രൈക്കിനെ പിന്തുണയ്ക്കാൻ ഞങ്ങളുടെ യൂണിയൻ മാത്രമാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ ദിവസം രാവിലെ ഫാക്ടറിയിൽ പോകും. ഈ സ്ട്രെയിൻ സൈക്കിളിലുള്ള തൊഴിലാളികളിലെ പല സെക്ഷനുകളിൽ ആയി മീറ്റിംഗ് നടത്തും. 1-2 മീറ്റിംഗ് നടത്തി ഞാൻ പിന്നെ വീണ്ടും യൂണിയൻ ഓഫീസിൽ തന്നെ വന്ന് കിടക്കും. വീട്ടിലേക്കൊന്നും പോകാതായി. മറ്റൊരു ഈ സമരത്തിനെ എതിർത്തുകൊണ്ട് 7 കൊടികൾ കൂട്ടിക്കെട്ടി ജില്ലയിലുടനീളം പ്രചാരണം നടത്താൻ തുടങ്ങി. പാലും റൊട്ടിയും തരുന്ന കമ്പനിയാണ്, ദശമൂലാഷ്ടം മറ്റതുപോലെ അതെല്ലാം തരുന്നുണ്ട്. അവിടെ വിഷം പരത്തുന്ന, തൊഴിലാളികൾ വിഷം തീറ്റിക്കുന്നു, നാട്ടുകാരെ വിഷം തീറ്റിക്കുന്നു, ഈ പ്രശ്നങ്ങളൊന്നും പ്രാധാന്യമില്ല. അപ്പം ആ രീതിയിൽ അവരുടെ ശക്തമായിട്ടുള്ള പ്രചാരണം ഒരു ഭാഗത്ത് വന്നു. സമരം ഏറെക്കുറെ ഒരു തീരുമാനത്തിലെത്താണ്ട് 2-3 ആഴ്ച നീണ്ടുപോയി. ഒരു ദിവസം മാവൂർ SI പ്രദീപ് കുമാർ, അദ്ദേഹം പിന്നെ DYSP ആയി, ഇപ്പം പെൻഷനായിട്ട് കോഴിക്കോട്ടുണ്ട്. അദ്ദേഹം ഒറ്റക്ക് ജീപ്പിൽ ഓടിച്ചു വന്ന് ഞങ്ങളുടെ മീറ്റിംഗ് പ്ലേസിൻ്റെ അവിടെ തന്നെ സഡൻ ബ്രേക്ക് ചെയ്ത് ചാടി ഇറങ്ങി. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞു. അപ്പം തൊഴിലാളികളെല്ലാം നിശ്ചലമായി നോക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പം SI പറഞ്ഞു, നിങ്ങളോട് അതിൻ്റെ കാരണം പറയേണ്ട ആവശ്യം എനിക്കില്ല. ഇത് എൻ്റെ എംബ്ലം കണ്ടില്ലേ, അത് മതി, കയറിക്കൊള്ളിന്ന്. അപ്പം ഞാൻ പറഞ്ഞ്, ഞാനിവിടെ ഇവരോട് എന്നുവെച്ചാൽ അവരുടെ ഇടയിൽ അപശബ്ദം തുടങ്ങിയിട്ടുണ്ട്, 2 വാക്ക് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് 2 മിനിറ്റ് അത്രേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ 2 മിനിറ്റേ സംസാരിച്ചുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യത്തിൽ പ്രകോപനത്തിന് വഴങ്ങണ്ട. ഈ പോലീസിന് നമ്മളെ അറസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള അധികാരമുണ്ട്, അവർ ആ അധികാരം ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളൊരു നീണ്ട സമരത്തിലാണ്. നല്ല സഹനശക്തിയും ക്ഷമയും ദീർഘദൃഷ്ടിയും ഇല്ലെങ്കിൽ നമ്മൾക്ക് സമരം വിജയിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രകോപനങ്ങൾക്കൊന്നും വഴങ്ങരുത്. ഞാൻ ഒരുപക്ഷെ ജയിലിലെത്തിയാലും സമരം ശാന്തമായിട്ട് തുടരണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ഞാൻ അയാൾ പറയാതെ തന്നെ ജീപ്പിൽ കയറി പോവുകയും ചെയ്തു. അവിടെ എത്തി പ്രതികുമാർ അതുവരെയുള്ള അയാളുടെ ഗൗരവവും സ്വഭാവമൊക്കെ ഒന്ന് മാറി. എന്നെ ലോക്കപ്പ് ചെയ്തു. പിന്നെ അയാൾ മുറിയിൽ പോയി കണ്ട് അയാളുടെ മുറിയിലുണ്ടായിരുന്ന ഒരു സ്റ്റൂൾ എടുത്തിട്ട് അവിടെ കൊണ്ടുവന്നിട്ട്, അവിടെ ഇരുന്നോളി.
അപ്പോൾ അത് ഒരു നല്ല സംഭവമായിരുന്നു. അപ്പം എന്തോ ചില പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാകാതെ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി തുടങ്ങി. അപ്പം അത് കഴിഞ്ഞ് ഇയാൾ ഉടനെ തന്നെ ജീപ്പ് എടുത്തിട്ട് ഓടിച്ചു പോയി. പിന്നെ ഒരു വലിയ ഹിഡുബൻ, പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് സയ്യിദ് അലവി എന്നാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് അവിടെ കലാശിയായിരുന്നു എന്ന് പിന്നീട് തൊഴിലാളികൾ പറഞ്ഞു. അയാൾ സാബുവിൻ്റെ ഗുണ്ടയാണ്. അത് ആദ്യം മുതൽ തന്നെ അങ്ങനെയായിരുന്നു. സാബുവിന് എതിർപ്പ് എവിടെ തോന്നുന്നു അവരെയൊക്കെ കൈകാര്യം ചെയ്യലാണ് ഈ സയ്യിദ് അലവിയും സെറ്റിൻ്റെയും പണി. അപ്പം അയാളെയാണ് കൊണ്ടുവന്നത്. അയാളെ ലോക്കപ്പ് ചെയ്തു. അപ്പം എനിക്ക് അയാളോട് സംസാരിക്കണം എന്നുണ്ട്. പക്ഷേ അയാൾ വളരെ ഗൗരവത്തിലാണ്, അങ്ങും മുഖം കറുപ്പിച്ച് അതാണ്. അപ്പം എനിക്ക് തോന്നി ഇതേതോ എതിർ യൂണിയൻ്റെ നേതാവായിരിക്കണം അയാൾ. പിന്നെ മറ്റ് യൂണിയനിലെ ഭൂരിപക്ഷം നേതാക്കന്മാർ എന്നോട് സംസാരിക്കാറില്ല, എന്നോട് വളരെ ഗൗരവത്തിൽ പെരുമാറുന്ന കൂട്ടരാണ്. അതിൽ അതൊരു പ്രവർത്തകനാണ് ഇയാളെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നീട് അതേ സ്പീഡിൽ വന്ന സ്പീഡിൽ തന്നെ പ്രദീപ് കുമാർ ജീപ്പ് എടുത്തിട്ട് ഓടിച്ചു പോയി. പിന്നീട് അയാൾ കാലിയായിട്ട് വീണ്ടും തിരിച്ചു വന്ന് അദ്ദേഹം ഒരു ഇടത് കയ്യിൽ ഒരു ഇരുതല മുറിച്ചുള്ള പിന്നെ കത്തി, മറ്റേ കളരിക്കത്തിയാണ്, പിന്നെ വീതി കൂടിയിട്ടുള്ളൂ. അങ്ങനെ പ്രദീപ് കുമാർ ഈ ഇരുതല മുറിച്ചുള്ള കത്തിയായിട്ടാണ് വരുന്നത്. അന്ന് സയ്യിദ് അലവിൻ്റെ അടുത്തായിരുന്നു. ഇതെന്തിനാണോ കൊണ്ടുവന്നത് ചോദിച്ചു. അവൻ മിണ്ടിയില്ല, അതങ്ങനെ തല കൊമ്പിട്ടിരുന്നു. പിന്നെ അയാൾ പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മാവൂരിലേക്ക് നിൻ്റെ ഗുണ്ടായുസൊന്നും വേണ്ടെന്ന്, അത് അവിടെ പേട്ടയിൽ മാത്രം നടത്തിയാൽ മതി എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയലും ഈ കത്തി ഇടത് കയ്യിൽ നിന്ന് പിടിച്ച ഈ കത്തി മണ്ടക്കിട്ട് നിങ്ങൾ താത്തിയിട്ട്, കത്തി താത്തിയല്ല, അങ്ങനെ മുടി തലക്ക് ഇങ്ങനെ അമർത്തിയിട്ട് മുടി പിടിച്ചിട്ട് താത്തി, തല മടിയിൽ കൊള്ളുന്ന അത്രയും താത്തിയിട്ട് പിന്നെ കരാട്ട കുത്ത് തന്നെ നെടുമുള്ള ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ചങ്ങാതിൻ്റെ വായിൽ നിന്ന് ഉറപ്പിണ്ണ ചാടാൻ തുടങ്ങി. അപ്പം എൻ്റെ വിചാരം ഇന്നെ അറസ്റ്റ് ചെയ്ത മാതിരി തന്നെ ആ സമരത്തിനോട് ബന്ധപ്പെട്ട ഏതോ ഒരു തൊഴിലാളി നേതാവിനെ പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് എൻ്റെ ധാരണ. അപ്പം ഞാൻ എന്തായാലും ഒരു മനുഷ്യൻ ഇങ്ങനെ മരിക്കുകയല്ല, എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ എന്ത് വന്നാലും വേണ്ടിയില്ല എന്നുള്ള ആൾക്ക് എണീറ്റ് പ്രദീപ് കുമാറിനെ പിന്നിന്ന് മുറുകെ പിടിച്ചു. അപ്പം 2 പോലീസുകാർ ഗാർഡുണ്ട്, അവർ ചാടി വന്നു. ഇയാൾ നോർന്ന് വന്ന് പിടിക്കാൻ വിട്ടില്ല. അപ്പം അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്നെ വെടി കാസോട്ട, ഞാൻ പിന്നെ 2 കൂടി കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ വെടിയല്ലാണ്ടെന്ന് നിർത്തിയില്ല, വിട്ടു. പറഞ്ഞ എന്നുള്ളത് കൊണ്ടായിരിക്കണം, എന്തായാലും 2 ഇടി വളരെ മെല്ലെ അടിച്ച് അയാൾ പോവുകയും ചെയ്തു. ഈ മനുഷ്യൻ ഇങ്ങനെ തന്നെ കിടക്കുകയാണ്, എണീക്കുന്നില്ല. ഞാൻ വിചാരിച്ച് ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. എന്താ ചെയ്യാൻ പറ്റുക? അവിടുന്ന് ലോക്കപ്പെന്ന് ഇപ്പം നമുക്ക് വലിയ പരിമിതിയാണ്. മറ്റ് സ്നേഹിതന്മാരാരുമായിട്ട് കാണുന്നില്ല.
ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് അവിടെ ലോക്കപ്പിലായതിന് ശേഷം മൂത്രമൊഴിച്ചില്ല. മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി അല്ല, പോലീസുകാരോട് സമ്മതം ചോദിച്ചു. അവർ പറഞ്ഞു അന്ന് മാവൂരിൽ പുറത്താണ് ബാത്റൂം, സ്റ്റേഷനോട് അറ്റാച്ച്ഡ് അല്ല. അവിടെ ബാത്റൂമിൽ പോയി വരുന്നേരം ബറാന്തയിലിരുന്ന് ഹെഡ് കോൺസ്റ്റബിൾ ഇങ്ങനെ എഴുതുന്നുണ്ട്. അയാൾ എന്നെ വിളിച്ചിട്ട് എന്നോട് കുറച്ച് ഗൗരവത്തിൽ, നിങ്ങളെന്തിനാണ് എസ്ഐനെ പിടിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുന്നത് കണ്ടിട്ട് പിടിച്ചു പോയതാണെന്നാണ്. ആഹാ, ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് അറിയില്ലേ? ഞാൻ പറഞ്ഞ അറിയാം. എന്നാലേ ആ കത്തി കണ്ടില്ലേ, ആ ഇരുതല മൂർച്ചുള്ള കത്തി, അത് നിങ്ങളെ നെഞ്ഞത്ത് കയറ്റാൻ കൊണ്ടുവന്നു. അപ്പം എനിക്ക് കാര്യങ്ങളെ സംബന്ധിച്ചൊരു ശരിയായ ഗതി കിട്ടി. അപ്പം ഇനി ഇയാൾ എന്തെങ്കിലും പറയുന്നുള്ള ആൾക്ക് ഞാൻ അവിടെ തന്നെ വന്നു. പക്ഷെ പിന്നീട് അയാളൊന്നും സംസാരിച്ചില്ല എന്നുള്ള, അയാൾ എഴുത്തിലേക്ക് ഗൗരവത്തിൽ അങ്ങോട്ട് പോയി. ഞാൻ നേരെ ലോക്കപ്പിലേക്ക് തന്നെ കയറി. അപ്പോൾ ലോക്കപ്പ് കയറി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ മനുഷ്യന് ഈ ഇതേ കിടപ്പ് തന്നെയാണ്, നൊര വരുന്നുണ്ട്. ഒരു അരമണിക്കൂർ ആയിട്ടുണ്ടാവുന്ന തോന്നുന്നു. എന്നെ കാണാൻ വേണ്ടിയിട്ട് സ്നേഹിതന്മാർ വന്നു, യൂണിയൻ്റെ സ്നേഹിതന്മാർ വന്നു. അവർ എസ്ഐനോട് കാണണമെന്ന് പറഞ്ഞു, കണ്ടോളാൻ പറഞ്ഞു. അവർ സംസാരിച്ചു. പിന്നെ അവിടുത്തെ ഫാക്ടറിയിലെ സ്ഥിതിയൊക്കെ പറഞ്ഞു. ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് എസ്ഐനോട് സമ്മതം ചോദിച്ചു. അവർ ചായ കൊണ്ടുവന്നു. അപ്പം ഞാനാലോചിച്ചു, ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കല്ലേ, ഇവിടുന്ന് ഇങ്ങനെ ഒരു ചായ കുടിക്കാനും തോന്നുന്നില്ല. എന്തായാലും ഞാൻ ചായ എടുത്തിട്ട് ഇയാളുടെ അടുത്ത് കഴിയും. എസ് ഐ മുടി പിടിച്ച് താഴ്ത്തിയ അവിടെ തന്നെ ഞാനും പിടിച്ചു. എന്നിട്ട് മെല്ലെ പൊക്കി. അയാളൊരു മൂലയിലാണ് ഇരിക്കുന്നത്. നൂർത്തി അവിടെ ആ മൂലയിനോട് ചാരി നിർത്തി. ഇയാൾ സാവധാനത്തിൽ കണ്ണ് തുറന്നു. അപ്പോൾ ഞാൻ ഈ ചായ അങ്ങനെ മെല്ലെ അയച്ചു കൊടുത്തു. അപ്പം അയാൾ ചുണ്ട് നനഞ്ഞപ്പോൾ ഒരു വായി നന്നായി തുറന്ന് ഒരു ഇറക്ക് കുടിച്ചു. പിന്നെ അയാൾ എന്നെ കൈ ഉയർത്തി, ഞാൻ കയ്യിൽ ഗ്ലൗസ് വെച്ചു കൊടുത്തു. പിന്നീട് അയാൾ സാവധാനം അത് കുടിച്ചു തീർത്തു. അയാളെപ്പോഴും ഒന്നും സംസാരിക്കുന്നില്ല. ഒന്നും സംസാരിക്കാണ്ട് തന്നെ അയാൾ പഴയ മാതിരി താഴോട്ടൊക്കെ നോക്കിയിട്ട് തന്നെ ഇരുന്നു. എന്നെ നോക്കാൻ അയാൾ ശ്രമിക്കുന്നില്ല. അപ്പം പിന്നെ ഞാൻ സംസാരിക്കാനും പോയില്ല. പിന്നെ എനിക്ക് ചായ കൊണ്ടു തന്നു സർക്കിൾ. അങ്ങനെ ആ പ്രശ്നം അവിടെ അവസാനിച്ചു എന്നാണ് ഞാൻ വിചാരിച്ച്. പക്ഷേ ഞാൻ എസ് ഐനോടും എന്താ കാര്യമെന്ന് പോലീസുകാരോടോ അന്നെടുത്ത് സംസാരിച്ചുമില്ല. സംസാരിച്ചിട്ട് കാര്യമില്ല, അവർ അതിനെപ്പറ്റി ഒന്നും പറയാനും പോകുന്നില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ വൈകുന്നേരം എല്ലാ യൂണിയൻ്റെയും കൂടി ഒരു പ്രതിഷേധ ജാഥ വന്നു എന്നെ അറസ്റ്റ് ചെയ്തതിനെതിരെ. ഒരു 4-4:30 മണിക്കായിരിക്കും. അത് വന്നപ്പം അതവിടെ സ്റ്റേഷൻ്റെ മുന്നിൽ റൗണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എസ് ഐനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ജാഥൻ്റെ കൊടുത്ത് പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, നിങ്ങൾ വിട്ടാൽ പോവും, എന്നാൽ പോയിക്കോളി എന്നാണ്. ഞാനിങ്ങോട്ട് പോരുകയും ചെയ്തു. അത് മാവൂരിൽ
ജാഥയെത്തി ഒരു പൊതുയോഗം നടത്തി, എല്ലാവരും പ്രസംഗിച്ചു. പോലീസിനെ തേരാപാര മറ്റ് യൂണിയൻ നേതാക്കന്മാരും പരമാവധി തെറി പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. ഇതെന്താണെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടൊന്നും കിട്ടിയില്ല. എന്തായാലും ഒന്ന് എനിക്ക് മനസ്സിലായി, ഇത് കൊല്ലാനുള്ള പരിപാടി തന്നെയായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പിന്നെ രാത്രി വർക്കിംഗ് കമ്മിറ്റി ചേർന്നു. അതിൽ ഈ പ്രശ്നം ഞാൻ വിശദീകരിച്ചു. അപ്പോൾ സാക്കളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു വിവരം, ഗസ്റ്റ് ഹൗസിൽ 10ഓളം ഗുണ്ടകളും സെയ്തലവിയും ഉണ്ടായിരുന്നു. അവിടുന്ന് വിദേശ മദ്യമൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എന്തോ പറഞ്ഞിട്ട് പോലീസ് അറിഞ്ഞു. അവിടുത്തെ ഗസ്റ്റ് ഹൗസ് തൊഴിലാളികൾ എന്തോ ഇവർക്ക് ചോർന്ന് കിട്ടിയതാണ് വിവരം എന്നുള്ള രീതിയിലാണ് ഞങ്ങളന്ന് നിഗമനത്തിലെത്തി. എന്തായാലും കൃത്യമായിട്ടുള്ള വിവരമില്ലാത്ത സ്ഥിതിക്ക് അതിനെ സംബന്ധിച്ച് ഇനി സംസാരിക്കണമെന്ന് വിചാരിച്ചു. 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതിനെ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിവരം എനിക്ക് കിട്ടുന്നത്. ഗോളിയർ റൺസിൻ്റെ കേസിനെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ഭാസ്കർ നായർ, കെ ഭാസ്കർ നായർ ഓഫീസിലല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഫോർട്ടിക്കോയിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ഞാനും അഡ്വക്കേറ്റ് സാബി, ഭാസ്കർ നായർ. അപ്പം ഞങ്ങൾ 3 പേരും കേസിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം കാണാം പ്രദീപ്കുമാർ വൈറ്റ് യൂണിഫോമിൽ അങ്ങോട്ടേക്ക് കയറിയിരുന്നു. അപ്പം ആദ്യം എന്നോടാണ് അദ്ദേഹം സംസാരിച്ചത്. എന്താ വാസോട്ടാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ വക്കീലായിട്ട് നമ്മുടെ കമ്പനിനെ സംബന്ധിച്ചൊരു ഡിസ്കഷനാണെന്ന്. അപ്പം പറഞ്ഞു, ശരി, നിങ്ങളെവിടെ നിന്ന് കണ്ടത് നന്നായി. എൻ്റെ കല്യാണമുണ്ട്, ആ കല്യാണത്തിന് വക്കീലിനെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത്, നിങ്ങളും വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പോലീസുകാരെ കല്യാണത്തിനൊന്നും പോകില്ല, നിങ്ങളെ കല്യാണത്തിന് എന്തായാലും വരാം. അപ്പം മാവൂരിലൊരു രക്ഷകൻ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഭാസ്കർ നായർക്കത് മനസ്സിലായില്ല. ഭാസ്കർ നായർ ചോദിച്ചു, എന്താ വാസു ഈ ഒരു സിംബോളിക് രീതിയിലാണല്ലോ സംസാരിക്കുന്നതെന്ന്. അപ്പം പ്രദീപ്കുമാർ പറഞ്ഞ്, വക്കീലെ ഞാൻ പറഞ്ഞുതരാം, വാസുവേട്ടന് അതിനെ സംബന്ധിച്ചിട്ട് കാര്യമായിട്ടൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അയാൾ CIN, അന്നത്തെ അവിടുത്തെ CIN, അദ്ദേഹത്തിൻ്റെ പേര് അബൂബക്കർ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അവർ 2 ആളെയും ഒരു സന്ധ്യക്ക് സാബു വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെ വെച്ചും കൊണ്ട് ഇനി ജോലി തുടരാൻ പറ്റില്ല, അതുകൊണ്ട് നാളെ അവനെ സംബന്ധിച്ച പ്രശ്നം അവസാനിക്കും, അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ FIR തയ്യാറാക്കുന്നവരാ, അവരുടെ കേസ് വിട്ടുപോകുന്ന മാതിരി ചെയ്യണം, നിങ്ങൾക്കതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ IG വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ആണ് പ്രദീപ്കുമാർ പറഞ്ഞത്. അപ്പോഴേ ഇവർ പുറത്ത് വന്നിട്ട് തീരുമാനിച്ചു, ഈ കാര്യം അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചു. ഇതിപ്പം നമ്മളെ ഈ കാക്കി ഡ്രസ്സ് ഇട്ടിട്ടുള്ള നമ്മളോട് പറയാൻ അയാൾ ധൈര്യപ്പെട്ടല്ലോ സാബു, അത് അങ്ങനെ നടത്താൻ അനുവദിക്കാൻ പറ്റില്ല എന്ന് അവർ തീരുമാനിച്ചു. ആ തീരുമാനമാണ് പിറ്റേന്ന് നമ്മൾ സന്ധ്യക്ക് ഈ വിവരം സാബു പറഞ്ഞിട്ടാണ് അവരറിയുന്നത്. രാവിലെ അത് എൻ്റെ നാടകം മുഴുവൻ നടക്കുന്നത് ഈ രീതിയിൽ വിവരം അറിഞ്ഞിട്ടാണ്. അല്ല, ഇതിൽ ഈ പ്രശ്നത്തിൽ
SI ഇപ്പോഴുണ്ട്, CI ഉണ്ട്. അതുമാത്രമല്ല, അന്ന് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരുണ്ട്. ഒരു പ്രാവശ്യം ഒരു പോലീസുകാരൻ, ഞാൻ താമരശ്ശേരി പോലീസിൻ്റെ അവിടെ താമരശ്ശേരി കോടതിയിൽ പോയപ്പം അവിടുത്തെ ഒരു പിന്നെ അതിൻ്റെ മുതലാളി പോലീസുകാരൻ എന്നോട് കണ്ടിട്ട് ഈ കാര്യം പറഞ്ഞു, അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അവർക്കെല്ലാം അറിയാവുന്നതാണ്. അതിൽ ഏറ്റവും തമാശയായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് പിന്നെ സെയ്ദ് അലവിനെ ഞാൻ പിന്നീടും കാണുന്നുണ്ട്. ഒരു പ്രാവശ്യം കോർട്ട് റോഡിൽ വെച്ചിട്ട് ഒരു കൈ ഇവിടെ ഇങ്ങനെ ചുമലിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പം ഞാനിവിടെ നോക്കി. അപ്പം നോക്കുന്ന ഒരാൾ കൂടിയാണ്. എന്നെ കണ്ടപ്പം ഒരു ചിരി ഇരിച്ചു. വാസോട്ട എങ്ങോട്ടൊക്കെ പോകുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ ഇവിടെ ടൗണിൽ വന്നാണ്, സാധനം വാങ്ങാൻ വന്നാണ്, നമ്മളൊരു ചായ കുടിക്കുക വാസോട്ടമായി. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ചായ കുടിച്ചിട്ടുള്ളൂ ഞാൻ. അങ്ങനെ എന്താ 1-2 ലോയിക്കും പറഞ്ഞു. അങ്ങനെ അവിടെ തൊട്ടടുത്ത് തന്നെ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് അയാൾ റോഡിൽ പോയി. പിന്നീട് ഒരിക്കൽ കൂടെ ഇയാളെ ഞാൻ ടൗണിൽ നിന്ന് തന്നെ കണ്ടു. അന്ന് അയാളുടെ മകളുടെ കല്യാണത്തിന് അയാൾ ക്ഷണിച്ചു. അപ്പം പിന്നെ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. പോകണമെന്ന് വിചാരിച്ചതുമാണ്. പക്ഷെ അന്ന് എനിക്കെന്തോ വേറെ മറ്റൊരു പരിപാടി ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയാണ് സാബു പിന്നെ ബിർള മാനേജ്മെൻറ്റ് മറ്റ് പല സ്ഥലത്തും തൊഴിലാളി നേതാക്കന്മാരെ കൊന്നിരിക്കുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ എന്തായാലും മറ്റൊരാളെ ഒരു മൗരിൽ തന്നെയുള്ള ഒരു തൊഴിലാളി പ്രവർത്തകനെ ഒരു വളരെ മുമ്പ് അവിടെ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അത് RSSകാർ ആണെന്നും അതല്ല സാബ് തന്നെ നേരിട്ട് കൈകാര്യം ചെയ്താണെന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. എന്തായാലും രണ്ടാമൻ ഞാനാവുകയായിരുന്നു. അത് എന്തായാലും പോലീസുകാർ ഇന്നെ ശരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള രക്ഷകളും ഉയർന്ന സംസ്കാരമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് എനിക്ക് അനുഭവമുണ്ട്.